ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. നമ്മളന്ന് പയ്യന്നൂർ അമ്പലത്തിൽ പോയ സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ എഡിറ്റ് ചെയ്യാനെല്ലാം മടി കൊണ്ടെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ടായതാണ്. ഇന്നിപ്പോൾ കുറച്ച് ടൈം കിട്ടിയ സമയത്ത് അതൊരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. വലിയ ട്രിപ്പൊന്നുമല്ല, ഒരു കുഞ്ഞു ട്രിപ്പ്. നമ്മൾ പയ്യന്നൂരേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിന്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ്. നമ്മളെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. റിഹാനുവിന് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനിങ്ങനെ വണ്ടിയിൽ കാറ്റും കൊണ്ട് കാഴ്ചയും കണ്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തേ നല്ല മഴ പിടിച്ചിട്ടുണ്ടായിനെ. ആകാശമെല്ലാം മൊത്തം കറുപ്പ് കളറായിട്ടുണ്ടായിന്. ഇപ്പം മഴ പെയ്യുന്നില്ല അവസ്ഥയിലാണ് ഉണ്ടായത്. ഇങ്ങനെ മഴയെല്ലാം പിടിച്ചിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു രസമാണ്. നല്ല കാറ്റെല്ലാം കൊണ്ട്. റിഹുവിന് പിന്നെ ഇങ്ങനെ പോകുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സന്തോഷമാണ് അവൻ്റെ മുഖത്ത്. പിന്നെ കുറേ ദിവസമായി നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കെല്ലാം ഇറങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് വൈകുന്നേരമായ സമയത്ത് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പിടിച്ച മഴ പയ്യന്നൂർ നമ്മൾ എത്തിയ സമയത്ത് കറക്റ്റായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ വന്നതുകൊണ്ട് തന്നെ കുടയൊന്നും കയ്യിലെടുത്തിട്ടും ഉണ്ടായിട്ടാ. അപ്പോൾ ഞാനും കുഞ്ഞാടെ കുറേ സമയം പോസ്റ്റായിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ. ആടെ കണ്ട ഒരു ഷോപ്പിൻ്റെ ആടെ കയറി നിന്നു. കുറേ സമയം അവിടെ നിന്നിട്ട് മഴയും നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നെ ഓനത് കാണുന്നതിൽ സന്തോഷമായതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടാ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിന് താഴെയെല്ലാം നല്ല നല്ല കമൻസ് എല്ലാം വരുന്നുണ്ട്. അത് വായിക്കുന്നുണ്ട്. അതിനെല്ലാം റിപ്ലൈ തരാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പം, പക്ഷെ എന്നാലും എല്ലാം വായിക്കലുണ്ട്. ഇങ്ങനെ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള കമൻസ് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ എല്ലാവരും പോസിറ്റീവ് കമൻസ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പെട്ടെന്ന് മഴയെല്ലാം മാറിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. അത് നമ്മൾ വിചാരിച്ച സാധനമെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പയ്യന്നൂർ അമ്പലത്തിലേക്ക് പോയി. ഈ അമ്പലത്തിന് തൊട്ട് പുറകിലായിട്ടൊരു മേള നടക്കുന്നുണ്ട്. ആ മേളേൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് സാധനമെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിനെ. അതെല്ലാം വാങ്ങി വരുന്ന സമയത്ത് പിന്നെ അമ്പലത്തിൽ കയറാണ്ട് വരാൻ കഴിയില്ല എന്ന് ചോദിച്ചിട്ട് അമ്പലത്തിലും കൂടെ കയറി. അകത്തേക്ക് കയറിയിട്ടൊന്നും ഉണ്ടായിട്ടാ. പുറത്തേക്കൂടെ കുറച്ച് സമയം അതിലേക്കൂടെ എല്ലാം നടന്നിട്ടുണ്ടായിനി. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് വരുന്നത്. നമ്മളവിടെ എത്തുന്ന സമയത്ത് ഏകദേശം സന്ധ്യയായിട്ടുണ്ടായിന്. പിന്നെ ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് തന്നെ അവിടെ രാമായണം വായിക്കുന്നതെല്ലാം കേൾക്കാം. വൈകുന്നേരം ഇങ്ങനെ അമ്പലത്തിൽ വരുന്ന സമയത്ത് നല്ലൊരു ആശ്വാസമാണ്. പിന്നെ കുറേ സമയം അതിലേക്കൂടെ എല്ലാം നടന്നിട്ട് പിന്നെ അവിടെ കുളത്തിൽ കുറേ മീനുണ്ട്. കുഞ്ഞിക്ക് മീനെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഞാൻ മുമ്പേ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞിനെയും കൂട്ടിയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഓനിതെല്ലാം കാണുന്നതിന് ആദ്യമായിട്ടാണ്. പിന്നെ വന്നതുകൊണ്ട് കുഞ്ഞിക്ക് മീനെല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓനിതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് സമയം ആ കുളത്തിൻ്റെ അടുക്കെല്ലാം നിന്നിട്ട് ഓന് മീനെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കുളത്തിലൊരു സാധനവും ഭക്ഷണ സാധനങ്ങളൊന്നും മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ലാന്ന്. അതുകൊണ്ട് തന്നെ കുറേ സമയം അവിടെ നോക്കിയിട്ടെല്ലാം നിന്നു. പിന്നെ ഈ വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ അമ്പലത്തിൻ്റെ അടുക്ക നിൽക്കാൻ വേണ്ടി നല്ലൊരു ആശ്വാസമുണ്ട്. നല്ല തണുത്ത കാറ്റെല്ലാം ഉണ്ടായിന്. അങ്ങനെ കുറേ സമയം അവിടെ കാഴ്ചയെല്ലാം കണ്ട് നിന്നിട്ടുണ്ടായേ. എന്തായാലും റിഹുവിന് ഇന്ന് ഭയങ്കര സന്തോഷമായിന് കേട്ടോ. പിന്നെ ഓൻ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വണ്ടി വേണം, അതൊന്ന് നിർബന്ധമാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ഷോപ്പിൽ ഫാൻസിയിൽ പോയ സമയത്ത് അവിടെ ഒരു വണ്ടി കണ്ടിട്ട് ഇത് വാങ്ങിയിട്ട് വന്നതാണ്. അതിന് മുമ്പ് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് അവിടെ കയറി നിന്നപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് നിൽക്കുന്നുണ്ടായിന്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് വണ്ടിയുണ്ട്. അത് കണ്ടിട്ടാകുമ്പോൾ ഓനാകെ വിഷമമായി, അതുപോലത്തെ വണ്ടി വേണമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഫാൻസിയിൽ സാധനം വാങ്ങാൻ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണിത്. ഇത് എവിടെ പോയാലും ഓനൊരു വണ്ടി വേണമെന്നുള്ള നിർബന്ധമാണ്. അത് കിട്ടിയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കുറേ സമയം നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം തന്നെ ഏകദേശം സന്ധ്യ ആയിട്ടുണ്ടായിന്. ഇന്ന് കുഞ്ഞ് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടി പോകുന്ന സമയത്ത് ഓന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിന്. ഇനി ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ വണ്ടിയിൽ നിന്ന് ആ കാറ്റ് കിട്ടുന്ന സമയത്ത് ഓന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിന്. ഞാനിങ്ങളെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് കണ്ണു തുറക്കുന്നത്. ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായിന് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ സ്ഥിരം വരുന്നതാണ്. റെസ്റ്റോറൻറ്റ് നമ്മൾ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം അധികം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് തന്നെയാണ് വരുന്നത്. തൃക്കരിപ്പൂരാണ് കേട്ടോ സ്ഥലം വരുന്നത്. അത് നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഫുഡ് കിട്ടാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിഹുവിന് വണ്ടി കിട്ടിയതുകൊണ്ട് തന്നെ ഓൻ അതിനോണ്ട് കളിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറേ സമയം അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവിടുന്നാണ് ഇപ്പം നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് മന്തി കഴിക്കുന്നത്. ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ഇവിടത്തേക്ക് വരുന്നത്. പക്ഷേ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം കാത്തിക്കേണ്ടി വന്നിട്ടുണ്ട്.
പിന്നെ റിഹുവിൻ്റെ കയ്യിൽ ആ കളിക്കാൻ വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഓനെക്കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറേ ദിവസം പറഞ്ഞ് സംസാരിച്ചിട്ടല്ലായിരുന്നു. ഓൻ ആ വണ്ടീനോണ്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഓൻ ഇന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങിയോണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. വണ്ടിയും കിട്ടി, കളിക്കാനും സാധനമെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നു. കുറേ സമയം സംസാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടായിന്. അവസാനം ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല വിശപ്പിലുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്. കാര്യം നമ്മൾ ഉച്ചക്കേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പം ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. കുഞ്ഞിക്കെല്ലാം നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.